വർഷം 2014 കോട്ടയത്ത് CMI സഭയുടെ ദർശന കൾച്ചറൽ അക്കാദമിയിൽ ഒരു നാടകവാരം നടക്കുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ സഹോദരനും കൂടി നാടകം കാണാൻ ചെല്ലുന്നു. അന്ന് പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു നാടകമാണ്. ആ നാടകം കണ്ട് ഞാൻ വിസ്മയിച്ചത് അച്ഛനും മകനുമായിട്ട് അഭിനയിച്ച ഒരാളെ കണ്ടിട്ടാണ്. ഇൻ്റർവെൽ സമയത്ത് നാടകത്തിലെ അഭിനേതാക്കളുടെ പേര് പറഞ്ഞപ്പോൾ അച്ഛനും മകനുമായി അഭിനയിച്ച ആ നടൻ്റെ പേര് പറഞ്ഞു, പ്രമോദ് വെളിയനാട്. നാടകം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ സഹോദരനും കൂടി ആ ഗ്രീൻ റൂമിലേക്ക് ചെന്നു. ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തു. ഉടനെ അദ്ദേഹം മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വന്നു. സാർ എന്താണ്? ഞാൻ പറഞ്ഞു, തൻ്റെ അഭിനയം കണ്ടു, അത് നന്നായി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരികയാണ്, നിങ്ങൾ നാടകത്തിൽ മാത്രം അഭിനയിച്ചാൽ പോരാ, നിങ്ങൾ സിനിമയിലും അഭിനയിക്കണം. ഞാൻ അടുത്ത ചെയ്യുന്ന സിനിമയിൽ നിങ്ങളെ തീർച്ചയായും സഹകരിപ്പിച്ചിരിക്കും. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ അടുത്ത സ്വർണ്ണക്കടുവ എന്ന സിനിമ ചെയ്യുന്നത്. അതിൽ സിനിമയുടെ ആരംഭത്തിലും ക്ലൈമാക്സിലും വരുന്ന ഒരു കഥാപാത്രം ഒരു തമിഴൻ്റെ വേഷമാണ്. പിന്നീട് ഞാൻ അടുത്ത സിനിമ ചെയ്തപ്പോൾ കുറച്ചുകൂടെ വലിയ വേഷം കൊടുത്തു. ഇന്ന് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നടനായി വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രമോദ് വെളിയനാട്. പ്രമോദുമായി നമുക്ക് അല്പം കുശലം പങ്കിടാം. താങ്ക് യു സാർ. താങ്ക് യു. ജോസ് തോമസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അധികം മറ്റാരെയും ഉൾക്കൊള്ളിക്കാതെ ഞാൻ തന്നെ എൻ്റെ സിനിമാനുഭവങ്ങളും സാമൂഹിക വിമർശനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. എല്ലാം കാണുന്ന ആളായിരുന്നു. എന്തുകൊണ്ടാണ് പ്രമോദിനെ ഇതിലേക്ക് വിളിച്ചത്? അതിനൊരു കാര്യമുണ്ട്. പ്രമോദിൻ്റെ വളർച്ച ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രമോദ് സിനിമയിൽ വലിയൊരു നടനാവണം, വലിയ നിലയിലെത്തണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ പ്രമോദിൻ്റെ ഭാര്യയും മകനും അമ്മയുമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സിനിമയും നാടകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തോന്നിയിരിക്കുന്നത്? സാർ, നാടകത്തിൽ ഇപ്പോൾ 24 വർഷത്തോളമായി നാടകം. കുട്ടനാട്ടുകാരനായ ഞാൻ ഇപ്പോൾ സാറുമായിട്ട് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയതൊക്കെ ഞാൻ നല്ല നല്ല ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ ചെന്നപ്പെട്ട നാടകരംഗത്ത്. ഇപ്പോൾ സിനിമയിൽ എൻ്റെ ഗുരുനാഥനാണ് സാറ്. സാറിൻ്റെ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ഒരു 5-8 സിനിമകൾക്ക് ശേഷമാണ്. ചെറിയ സർച്ചായ ഗോവിയത്തു എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സിനിമയിൽ എന്നെ ഇങ്ങോട്ട് വന്ന് വിളിക്കുന്ന ഒരു സിനിമ ആയിരുന്നു സാറിൻ്റെ സിനിമ. സാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ സിനിമയിലെ ഈ ലോകം മുഴുവൻ ഇത് എത്രത്തോളം വർഷം കിടക്കുമോ അത്രത്തോളം വർഷത്തിലേക്ക് ഒരു തെളിവായി പറയുന്നത് എൻ്റെ സിനിമയിലെ ഗുരുനാഥൻ സാറാണ്. എന്നെ പുകഴ്ത്തുകയോ എനിക്ക് പറയാൻ വേറെ വേദിയില്ല സാർ, ഇതേ ഉള്ളൂ. സാറിനെ പുകഴ്ത്തി പറയല്ല, ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് വരിക സാറിനോട് ചോദിച്ചു സിനിമയും നാടകവും തമ്മിലുള്ള വ്യത്യാസത്തെ അല്ലെ അഭിനയത്തിൻ്റെ ഇതേക്ക്. ഞാനൊരു 53ഓളം ചെറിയ ഷോർട്ട് ഫിലിംസുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. 53 8 റിലീസാകാനുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്നുള്ളത് കിട്ടിയത്. സിനിമയുടെ സ്റ്റേജിൽ അഭിനയിക്കുന്ന എല്ലാത്തിലും ഉള്ളതിനെക്കാട്ട് കുറച്ചുകൂടെ കൂടുതലായി പറയണം, അല്ലെങ്കിൽ കൂടുതലായി ചെയ്യണം എന്നുള്ളത് നമുക്കറിയാവുന്നൊരു സത്യമാണ്. അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഈ ക്യാമറയ്ക്ക് എന്ത് വേണം, അല്ലെങ്കിൽ ഈ എന്താണെന്നുള്ള തിരിച്ചറിവ് എവിടെ നോക്കിയോ ഈ എനിക്ക് ഷോർട്ട് ഫിലിം തന്ന അല്ല പുതിയ പുതിയ ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം, അതും എൻ്റെ ഗുരുനാഥന്മാരാണ്. അവരിൽ നിന്നൊക്കെ കിട്ടിയ അനുഭവമാണ് സിനിമയിലെ അഭിനയത്തിനെ എനിക്ക് ആയാസരഹിതമാക്കി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നൊപ്പം നാടകം കണ്ടിട്ടിറങ്ങുന്ന പലരും എന്നോട് ചോദിച്ചിട്ട് പ്രമോദ് നാടകത്തിൽ അഭിനയിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം അങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ നാട്ടിലുള്ളവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്നവരാണെന്നൊക്കെ തോന്നലുകൾ അവരുടെ മനസ്സിലുണ്ടെന്ന് പറയുകയും അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ മറ്റുള്ളവർ അഭിനയിക്കുന്ന എന്തെങ്കിലും വ്യത്യാസം എനിക്കുണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അതാണ് ഞാൻ സിനിമയിലും നാടകത്തിലും തമ്മിൽ രണ്ടാക്കി കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അവിടെ അഭിനയിച്ചൊക്കെ തന്നെ അഭിനയിക്കുന്നത്. പക്ഷേ അതിനിച്ചിരി ഒരു ലെവൽ കുറച്ചു മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എനിക്കങ്ങനെ ഒന്നും പറയാനും അറിയില്ല സാർ. അതാണ്. എപ്പോഴെങ്കിലും അഹങ്കാരം തോന്നിയിട്ടുണ്ടോ? സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടനാട്ടിലെ ഒരു കർഷക തൊഴിലാളിയുടെ മകനാണ് ഞാൻ. എൻ്റെ അമ്മയുടെ പേര് വിജയമ്മ എന്നാണ്, അച്ഛൻ്റെ പേര് പ്രകാശ് എന്നാണ്. മേസ്ത്രി പണിക്കാരനായിരുന്നു ഞാൻ. ഒരുപാട് കരിങ്കല്ല് ചുമ്മിട്ടുണ്ട്, ഈ കിടങ്ങറ വലിയ പാലത്തിനടിയിൽ നിന്ന് മണ്ണ് വാരിയിട്ടുണ്ട്. ഒരുപാട് ജോലികൾ ഇപ്പോൾ പാടത്ത് പണിക്ക് പോയിട്ടുണ്ട്, കൊയ്ത്തൊഴി അറിയില്ല, മെതിക്കാനൊക്കെ പോയിട്ടുണ്ട്, കട്ട കെട്ടാനൊക്കെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് വളർന്ന് അവിടെ നിന്നാണ് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ ഭജനക്കാരനാണ്, മോശമില്ലാതെ പാട്ട് പാടുന്ന ഒരാളായിരുന്നു. ഞാൻ അല്പസ്വല്പം തോലുപകരണങ്ങൾ, അതായത് തബല, മൃദംഗം പോലുള്ള എല്ലാ വാദ്യോപകരണങ്ങളും എനിക്കുണ്ട്. അന്ന് തൊട്ട് ഇതിനോടൊക്കെ വീട്ടിലെ അമ്മയുടെ അച്ഛനും മറ്റുള്ളവരെല്ലാം ചെണ്ടമേളക്കാരും അങ്ങനെ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അവരിൽ നിന്നായിരിക്കും എനിക്ക് കല കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് അതിൻ്റെ ഒരു സത്യം. ആ മേസ്ത്രി പണിക്കാരനും അന്ന് ആ കണ്ടത്തി പണിക്കാരിയായ അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്ന എൻ്റെ അമ്മയുടെ ഒറ്റ ഏക മകനാണ് ഞാൻ. ഞാൻ എങ്ങനെ അഹങ്കരിക്കും? ഒരിക്കലും അഹങ്കരിക്കില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ചുമ്മാ തമാശയ്ക്കാണെങ്കിലും കൂട്ടുകാരന്മാർ ഫോൺ ചെയ്യുമ്പോൾ ഹലോ ചലച്ചിത്രതാരം പ്രമോദ് വെളിയനാട് പറഞ്ഞ ഞങ്ങളുടെ അമ്മ ഇങ്ങനെ വെക്കും. ഞാൻ തമാശ രീതി പറഞ്ഞു. ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്ന കാലം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അത്തരം തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എൻ്റെ മുമ്പിൽ ചാൻസ് ചോദിച്ചു വന്ന ആളുകൾ അല്ലെങ്കിൽ ആദ്യകാലത്ത് അഭിനയിച്ച
നടന്മാർ പിന്നീട് നായക നിരയിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഹങ്കാരം, അത് എനിക്ക് മാത്രം തോന്നുന്നല്ല, മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അഹങ്കാരം തോന്നിയിട്ടുണ്ടോ, ഇല്ല സാർ, ഇനി ഉണ്ടാവരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. അല്ല, എൻ്റെ കൂട്ടി ഞാനൊരു കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനോടും മോനോടും ഒക്കെ പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ വീടിൻ്റെ പഴയ ഇപ്പോൾ ചെറിയൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വീടിൻ്റെ കഥ ഫ്രണ്ട് വാതിൽ ഇങ്ങനെ തുറക്കുമ്പോൾ ആദ്യം നിങ്ങൾ മറിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അതിൽ നമ്മുടെ തമിഴന്മാർ കൊണ്ടുവരുന്ന അരിയുണ്ട്, നമുക്ക് ഈ ചാക്കണം അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് അരി മേടിച്ച് വെക്കുക. അപ്പോൾ ഒരാൾക്ക് അരി മേടിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആ പ്രിൻ്റഡ് ഉണ്ട്. ആ പ്രിൻ്റിൻ്റെ അടിയിലേക്ക് വരുമ്പം എനിക്ക് വിഷമം തുടങ്ങും. ദൈവം അടുത്ത അരി മേടിക്കാനുള്ള മാർഗ്ഗം കിട്ടുന്നില്ലോ. ആ അരിയും എൻ്റെ അമ്മയ്ക്ക് ഒരു 400-450 രൂപയുടെ ഗുളിക വേണം ആഴ്ചയിൽ. ഒരു 2 ആഴ്ച കൂട്ടിക്ക് ഒരു 500 രൂപയ്ക്ക് അടുത്തുള്ള ഗുളിക വേണം. ആ ഗുളികയും ഈ അരച്ചാ കരിയും ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതിനപ്പുറത്ത് എനിക്ക് ഒരു സമ്പാദ്യവും വേണ്ട. മരിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, അല്ല നമ്മളെല്ലാവരും നഷ്ടപ്പെടുമ്പോൾ എൻ്റെ മോൻ അഭിമാനത്തോടെ പറയണം, പ്രമോദ് വെളിയറാറിൻ്റെ മോനാന്ന് പറയുമ്പോൾ പുള്ളി ആരായിരുന്നെന്ന് ചോദിക്കരുത്, എന്തായിരുന്നു പുള്ളി പണിയെന്ന് ചോദിക്കരുത്. അത് മാത്രമേ. നാടകവും സിനിമയും അഭിനയം തന്നെയാണ്. അപ്പം നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരണമെന്ന് അമിതമായി ആഗ്രഹിച്ചത് ഇതുകൊണ്ടാണ്. 2 കാര്യമുണ്ട്. നാടകത്തിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ പോപ്പുലാരിറ്റി, സാമ്പത്തികം ഒക്കെ കിട്ടും. അതൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ ഒരു അടയാളപ്പെടുത്തില്ല ജീവിതത്തിൽ. അപ്പോൾ നാടകം ഒരു മോശം കലയൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം മുഴുവൻ നാടകമാണ്. എൻ്റെ ജീവനെ നാടകമാണ്. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ സ്വപ്നങ്ങൾ കാണുമല്ലോ സാറേ. ഞാൻ നാടക വണ്ടിയിലൊക്കെ പോകുമ്പോൾ പലരുടെ അനുഭവങ്ങളൊക്കെ വായിക്കും കേട്ടിട്ടുണ്ട്. വലിയ വലിയ നടന്മാർ, നാടകക്കാർ ഈ പോസ്റ്റർ കാണുമ്പോൾ എൻ്റെ സാറിനറിയോ, ഞാൻ നാടകത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഓടി നടന്ന് നാടകം കാണുന്ന ആളായിരുന്നു. അവിടെ നിന്ന് അവരുടെ നിന്ന് കലണ്ടർ മേടിക്കും, ഷോക്കാണ്. അപ്പോൾ അന്ന് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു, എന്നെ കണ്ട അന്ന് എല്ലാ കൂട്ടുകാരും നാട്ടിലേക്കുള്ള പുട്ടുമീസാണ് എന്നെ വിളിച്ചോട്ട്. പല്ലൊക്കെ ഇത്തിരി പൊങ്ങി ഒരു ചെറുക്ക്, ഒരു കറുത്ത് നെലിഞ്ഞൊരു പയ്യൻ, ഒരു ഗ്രീൻ റൂമിൻ്റെ വാക്ക് നിങ്ങൾ നോക്കി ഓടിച്ചു വിട്ടവരുണ്ട്. ഈ കോട്ടൻ്റെ മേശയായിട്ട് ഉൾപ്പെടെ എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അവരോടൊപ്പം അഭിനയിക്കാൻ പറ്റി. അവിടെ നിന്ന് കലണ്ടർ മേടിച്ചുകൊണ്ട് പോയിട്ട് അന്ന് എൻ്റെ വീട് തേക്കാത്ത ഒരു ചെറിയ ഹിസ്റ്ററി, സിമെൻറ്റ് ഹിസ്റ്ററി കിട്ടിയ, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു വീടാണ്. ബ്ലോക്കിൽ നിന്ന് എൻ്റെ കിട്ടിയ ഒരു ചെറിയ വീടാണ്. 4 മൂലകൾ മാത്രമേ വീടിന്, ബാക്കിയെല്ലാം പലക അടിച്ചൊരു വീടിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ആ വൃത്തികേട് മാറുകയും ചെയ്യും. പിന്നെ എൻ്റെ സ്വപ്നമാണല്ലോ എന്ന് പറഞ്ഞാൽ ആ കലണ്ടറുകളെല്ലാം ഞാൻ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് രാമങ്കലിലും ചങ്ങനാശ്ശേരിയിലൊക്കെ വന്നിട്ട് ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് ഒട്ടിച്ചു വെക്കും. മമ്മൂട്ടി ഈ മമ്മൂക്കായുടെ ഒരു ജീൻസും ഒരു ജീൻസിൻ്റെ ഷർട്ടും ഇട്ട് ഒരു കാറിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നൊരു പടം ഉണ്ടായിരുന്നു. ആ പടം ഞാൻ നാനയ്ക്കകത്തുനിന്ന് വെട്ടിയെടുത്തിട്ട് മമ്മൂട്ടിയുടെ മുഖത്ത് എൻ്റെ മുഖം ഒട്ടിച്ചാന്ന് പറഞ്ഞാൽ സാർ വിശ്വസിക്കുമോ? അവിടുന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നില്ല സാറേ. ഞാൻ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒന്നും ആകാൻ പറ്റില്ല. അതാണ് സിനിമയോടുള്ളതെന്ന് പറഞ്ഞാൽ അറിയപ്പെടണം. അത് വലിയ ആഗ്രഹം. നമ്മുടെ കലാകാരൻ, നടൻ എന്ന രീതിയിൽ. വേറെ മറ്റു മേഖലയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് സിനിമയിലെ ചില പാട്ടുകളുണ്ട്, ഫോക്കസ് ഔട്ടാണ് അല്ലെങ്കിൽ ഫ്രെയിം ഇന്നതാണെന്ന് എനിക്കറിയില്ല. എന്നോട് അഭിനയിക്കാൻ പറഞ്ഞ് ഞാൻ പറയുന്നു. അങ്ങനെ മരിക്കുന്നത് വരെ അറിയപ്പെടുന്ന കേരളത്തിലെ അല്ലെ ഇന്ത്യയൊക്കെ ഇതിൻ്റെ ആഗ്രഹത്തിൻ്റെ അപ്പുറമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നല്ല നടൻ. ഞാൻ എപ്പോഴും പല അഭിമുഖങ്ങളും പറഞ്ഞു, മരിക്കുമ്പോൾ ഞാൻ മലയാളത്തിലെ 10 നല്ല നടന്മാരിൽ ഒരുത്തനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിലേക്ക് എത്തും സാറേ. എൻ്റെ ആത്മവിശ്വാസം അതാണ്. തീർച്ചയായും. ഇനി അടുത്ത സത്യസന്ധമായ മറുപടി പറയാം സാറേ. ഇത്രയും പറഞ്ഞ സത്യം സാറേ. പ്രണയിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ട്, ഇഷ്ടം പോലെ പ്രണയം ഉണ്ടായിരുന്നില്ല. കോളേജുകളിൽ തമാശക്ക് പ്രണയിച്ചതാണോ? ഞാൻ പ്രണയിച്ചെല്ലാം സീരിയസ് ആയിട്ടല്ല. അവരൊക്കെ തമാശക്കാരെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇപ്പോൾ ഭാര്യ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണോ? അല്ല, പെണ്ണ് കണ്ടതിന് ശേഷം പ്രണയിക്കേണ്ടതായിട്ട് വന്നു. ഭയങ്കര ഞാൻ എന്താ വീട്ടിൽ കറിയുന്ന പോലെ ഒക്കെ അറിയായിരുന്നു. അത്ര നേരത്തെ പ്രണയിച്ചിരുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു നിരാശ തോന്നുന്നുണ്ടാവും. ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ വൈഫ് പറയുന്നത്. ആണല്ലേ? വൈഫിനോട് ഈ പ്രണയത്തിന്റെ കഥ എല്ലാ കാര്യം ഞാനത് സാർ, അത് എല്ലാവരും മറ്റും ചെയ്യാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഈ അത്ര മര്യാദക്കാരനൊന്നും അല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അന്ന് ഈ സിനിമാറ്റിക് ഡാൻസും മിമിക്രിയൊക്കെ അതിൽ സാറേ, ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 100-250 മീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ ടേപ്പ് റെക്കോർഡിൽ പാട്ടിട്ടിട്ട്, എൻ്റെ വീടിൻ്റെ അവിടുത്തെ അന്ന് സ്കൂളിൽ കറണ്ടില്ല, ആ പാട്ട് കേട്ട് ഞാൻ സ്കൂളിൽ ഡാൻസ് കളിച്ച ആളാണ് സാർ. അപ്പോൾ എവിടെങ്കിലും ഒരു 10 പേര് കൂടുന്ന അല്ലെങ്കിൽ 5 പേര് കൂടുന്ന എന്തെങ്കിലും ഒരു പ്രകടനം കാഴ്ചവെച്ച് എന്നെ ശ്രദ്ധിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കണ്ട് അന്നത്തെ പിള്ളേരുടെ ചില തോന്നലുകളും അതിനുശേഷം ഞാൻ പ്രീഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. ആ സമയത്തൊക്കെ പ്രണയം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പാട്ടും കൂത്തും കല്യാണിൻ്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കൊണ്ട് പരിചയപ്പെടുത്തി എൻ്റെ പഴയ കാമുകിമാരെല്ലാം ഞാൻ പരിചയപ്പെടുത്തി. വൈഫിനോട് പറഞ്ഞത് ഇതൊക്കെ ഇന്ന കക്ഷി, ഇത്ര കാലം മുതൽ ഇത്ര കാലം, PSC എന്നൊക്കെ വിടുന്ന പോലെ, എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വിടുന്ന പോലെ, ഇത് 6 മാസത്തെ കേസ്, ഇത് 1.5 വർഷത്തെ കേസ്, എല്ലാം പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആദ്യ രാത്രിയുടെ അന്ന് ഞാൻ വൈഫിനെ വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ച് ഞാൻ ചോദിച്ചു ഏത് ദൈവത്തിലാണ് ഇഷ്ടമെന്ന്. എനിക്കറിയാം അവൾ അമ്പലപ്പുഴക്കാരി ആയതുകൊണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ അപ്പോൾ ഞാൻ പറയും ദൈവത്തോട് പ്രാർത്ഥിച്ചു, മരിക്കുന്നവരെ നമ്മൾ രണ്ടുപേരും രണ്ടാകുന്നവരെ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ, ഒരു തെറ്റുകുറ്റങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, ഇന്നലെ രാത്രി നീ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന് വിചാരിക്കുക. ഇന്നലെ രാത്രി എനിക്കൊരു വിരോധമില്ല, പക്ഷേ ഇനി പ്രസവിക്കുന്നത് എൻ്റെ കുട്ടിയായിരിക്കണം. ലോകത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര നല്ലവനല്ല, അല്ലായിരുന്നു. നല്ലവണ്ണം മോശക്കാരൻ, സാധാരണ ചെറുപ്പക്കാരുടെ എല്ലാ സ്വഭാവ രീതികളുണ്ടായിരുന്ന ആളാണ്.
ഞാൻ ഈ മദ്യപിച്ചിട്ടുണ്ട് എത്രയോ കുറേ വർഷങ്ങൾ 22 വർഷമുള്ളത്. ഞാൻ നാടകത്തിന് പോയി ഒരു ദിവസം ഒരു തിരുവോണത്തിനന്ന് നന്നായിട്ട് മദ്യപിച്ചു, കൂട്ടുകാരെല്ലാം കൂടി മദ്യപിച്ചു, ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കി. അന്ന് എൻ്റെ അമ്മയുടെ തലയിൽ നല്ല ഫിറ്റോട് കൂടി, അന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് സ്പിരിറ്റ് ഉണ്ട് സാറേ, കുട്ടനാടല്ലേ, അതടിച്ചിട്ട് വന്ന് നല്ല ഫിറ്റോട് കൂടി വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ തല കൈ വെച്ച് മരിക്കുന്നവരെ മദ്യപിക്കരുത് പറഞ്ഞു. അങ്ങനെ മദ്യപാനം നിർത്തിയ ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ എന്നെ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അവളതാ പറഞ്ഞത്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പൊക്കെ എന്നോട് ഇടയ്ക്കൊക്കെ വരുന്നൊക്കെ അടിച്ചോടാന്ന് പറയും. അത് പറയാനുള്ള കാരണം നമ്മുടെ 1-2 ബന്ധുക്കളൊക്കെ കള്ളുകൂടിയില്ല, വീഡിയോയിലില്ല, ഒന്നുമില്ല, അവരൊക്കെ മരിച്ചുപോയി പെട്ടെന്ന്. അപ്പോൾ അച്ഛൻ ആ പേടിയുണ്ട്, നീ ഇടയ്ക്കൊക്കെ വരുന്നത് അച്ഛനഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മാക്കി ഭാഗത്തൊക്കെ നാടകം കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ പുള്ളൊക്കെ പോയി. അപ്പോൾ എൻ്റെ വൈഫിനോട് വെച്ചാൽ നോക്കാം അതിനകത്ത് വല്ലതും കാണും, ഞാനങ്ങനെ കരുതിക്കൊണ്ടിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് എൻ്റെ ഇത്. തമാശ വേഷം ചെയ്യാനാണോ സീരിയസ് ചെയ്യാനാണോ താല്പര്യം? വില്ലൻ വേഷം ചെയ്യണം സാർ, അതാണ് താല്പര്യം. എനിക്ക് തീർച്ചയായും വില്ലൻ വേഷം ചെയ്യണം. നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തമിഴ് നായകനാകാൻ താല്പര്യമുണ്ടോ? അത് പിന്നെ ആർക്കും ആഗ്രഹമില്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ എന്നിൽ പൊങ്ങുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കത് ഇതാകൂ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് ആര് തരുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിലും സാറേ തരത്തുള്ള ധൈര്യം, സാറിന് പേടിയില്ലാത്തതുകൊണ്ട്. ജീവിതത്തിലെ സ്വപ്നങ്ങൾ എന്താണ്? നടനാകുക എന്നുള്ളത്, വലിയ നടനാകുക എന്നുള്ള സ്വപ്നം. സാമ്പത്തികമായി ഏത് നില വരെ എത്തണം? ഏത് വണ്ടി മേടിക്കണം? വലിയ ബംഗ്ലാവ് മേടിക്കണം? അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ? സാറേ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡറേ ഉള്ളൂ എനിക്ക് സ്വന്തമായിട്ട്. അത് ഞാനൊരു ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചു, ഇപ്പോഴും അത് എൻ്റെ കൂടെ ഉണ്ട്. അല്ലാത്തൊരു വണ്ടിയൊക്കെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു നമുക്ക് ആ വണ്ടി എടുക്കണം, ഇന്ന വണ്ടി എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. വണ്ടികളുടെ പേര് പോലും ഞാൻ പറഞ്ഞില്ലേ, സാർ വന്ന വണ്ടിയുടെ പേര് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള ക്രൈസുകളൊന്നും എനിക്കില്ല. ഞാൻ എനിക്ക് ഒറ്റ പിന്നെ വരുന്ന കൂട്ടത്തിൽ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവം തമ്മിലാണ് നമുക്ക് അങ്ങനെയുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തന്നാൽ എൻ്റെ അമ്മ എന്നോട് പറയാം, കുഞ്ഞെ കാല് നീട്ടിയിരിക്കാൻ പറ്റുന്നൊരു വണ്ടി എടുക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇരിക്കുമ്പോൾ കാലൊന്ന് നീട്ടിയിരിക്കുന്ന വണ്ടി, അതേത് വണ്ടിയാണോ അത്. അല്ലാതെ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നുമില്ല സാറേ. എനിക്കേതാ പറഞ്ഞത്, എവിടെ ഇറങ്ങിയാലും ഒരാളെങ്കിൽ പ്രമോദല്ലേ ഉണ്ടാവുണ്ട് എന്ന് ചോദിക്കുന്ന ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഈ മദ്യപിക്കുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഷാപ്പിലൊക്കെ കൂടും, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഒരിക്കൽ എൻ്റെ അച്ഛൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു മേലിൽ പ്രമോദനെ ഇവിടെ കണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ നിങ്ങൾ കഴിക്കാനല്ലേ, നിങ്ങളിവിടെ വരേണ്ട ആളല്ല എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ അവരൊക്കെ എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്നത്, ഇവർ പലരും പല ഈ ഫംഗ്ഷനുകളിലൊക്കെ എൻ്റെ പേര് വെക്കുമ്പോൾ പ്രമോദ് വെളിനാടെന്ന് വെക്കാറുണ്ട്. ഞാൻ പറയാം വേണ്ട, വെളിനാട് പ്രമോദ് പോയി, അതാണ് എനിക്ക് കുറച്ച് ഇഷ്ടം. പ്രമോദ് രണ്ടാമത്, വെളിനാട് ആദ്യം പോയി. അപ്പം അങ്ങനെ വെളിനാട്ടുകാരനും അല്ലെങ്കിൽ ലോകം അറിയപ്പെടും അല്ലെങ്കിൽ കേരളം അറിയപ്പെടുമ്പോൾ വെളിനാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ പ്രമോദ്, നെടുമുടി വേണുചേട്ടനെ പോലെ, അതൊക്കെ അഹങ്കാരമാണെങ്കിൽ കൂടി നെടുമുടി വേണുചേട്ടനെ പോലെ, ഗവാല സാറിനെ പോലെ, അങ്ങനെയൊക്കെ ആ പേരിലൊക്കെ അറിയപ്പെടുക എന്ന് പറയുന്നത് യൂത്തിൽ വലിയ ഭാഗ്യമല്ലേ സാർ? രാഷ്ട്രീയം ഉണ്ടോ? ഉണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ആളാണ്. ഞാൻ പുറത്ത് കാണിക്കാറില്ല. കൂത്തുപറമ്പ് വെടിവെപ്പ് കാരണം വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ചങ്ങനാശ്ശേരി NS കോളേജിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രകടനം ഉണ്ടാക്കി ചങ്ങനാശ്ശേരി SB നമ്മുടെ ട്രാഫിക് ജംഗ്ഷനിൽ എത്തുമ്പോൾ, അത് 4 കൂടി ജംഗ്ഷനാണ്. അവിടുന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പോകുമ്പോൾ 3 സൈഡിൽ നിന്ന് ബ്ലോക്ക് വന്ന് പോലീസുകാർ വളഞ്ഞിട്ടടിച്ച് ഈശ്വര കൃപയാൽ അടി കിട്ടിയില്ലെന്നുള്ള സത്യം. അത് ഞാനിപ്പോൾ കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം. അവിടുന്ന് ഞാനൊരു ഓട്ടോ ഓടിയിട്ട് അന്ന് എൻ്റെ അച്ഛൻ റെയിൽവേ കോളനി അവിടെ പണിതുകൊണ്ടിരിക്കുക. ഓടി അവിടെ ചെന്നൊരു മുറിക്കകത്ത് ഓടി കയറുക, പേടിച്ചു. തൊട്ട് പറയില്ല, നമുക്ക് ഇത്രത്തോളം ധൈര്യമൊന്നുമില്ല, പേടിക്കില്ല. ഓടിച്ചെന്നിട്ട് വെപ്രാളമായിട്ട് അച്ഛനും പേടിച്ചു. ലാസ്റ്റ് പിന്നെ അവിടെ ഞാൻ ഇറങ്ങി വന്നിട്ട് പാർട്ടി ഓഫീസിൽ വന്നു കാണുന്നത് നമ്മുടെ നേതാക്കന്മാരെല്ലാം ബെഞ്ചിൽ ഇങ്ങനെ കമത്തിയിട്ട് തിരുമുക. അപ്പോൾ അവർ പറഞ്ഞ് കോളേജ് വിടാന്ന് പറഞ്ഞു. അങ്ങനെ പോയി 4 പേര് കൂടി സമരം ചെയ്ത കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അത് ഈ ചരിത്രത്തിലൊന്നുമില്ല, അല്ലെങ്കിൽ ചരിത്രത്തിലാകുകയും വേണ്ട. പിന്നെ കോളേജ് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വിദ്യാഭ്യാസം പോയ ആളാണ്. പഠിക്കാൻ എടുക്കണമെന്നല്ലായിരുന്നു സാറേ. ഇത്തിരി മുദ്രാവാക്യം വിളി, ഇത്തിരി പാട്ടും ഇത്തിരി കൊട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും മുന്നിൽ നിൽക്കും. അതാണ് ലോകത്തിൽ ഏറ്റവും വലിയതെന്നൊക്കെയാണ്. കാരണം പെമ്പിളാരൊക്കെ നോക്കുകയൊക്കെ ചെയ്യാറുണ്ട് അന്നൊക്കെ, അതാണെന്ന് വെച്ചു. പക്ഷേ ഇവരൊക്കെ വീട്ടിൽ പോയി പഠിക്കുമെന്നറിയാം, എനിക്കറിയത്തില്ലായിരുന്നു. സിനിമയിൽ കോമഡി വേഷം ചെയ്യണം താല്പര്യമുണ്ടോ? ചെയ്യും. പിന്നെ ചിലരൊക്കെ എന്നോട് പറയുന്നത് പ്രമോദിന്റെ മുഖം ഒരു കോമഡിക്ക് പറ്റിയ മുഖമല്ല സിനിമയ്ക്ക്, കുറച്ചുകൂടെ സീരിയസ് ക്യാരക്ടറുകൾ ചെയ്യുന്ന അതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. ഇനി തരുന്നത് പോലെ കിട്ടുന്നത് ഇന്നതൊന്നുമില്ല സാറേ. നമ്മൾ എങ്ങോട്ട് ഓട്ടം വിളിച്ചാലും പോകും സാർ, സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോറിക്ഷയല്ലേ. മലയാള നാടകവേദിയിൽ ഫാൻസ് അസോസിയേഷനിൽ ഒറ്റ നടനേ ഉള്ളൂ മലയാള നാടകവേദിയിൽ. സാറിനറിയോ ആ സത്യം? ഇല്ല. മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ ഒറ്റ നടനെ ഫാൻസ് അസോസിയേഷൻ, അതെനിക്ക്. മാണിയാട് പയ്യന്നൂർ എന്ന് പറഞ്ഞ പയ്യന്നൂരിനടുത്ത് മാണിയാട് എന്ന് പറഞ്ഞ NN പിള്ള സാറിൻ്റെ പേരിൽ നടത്തുന്ന നാടക മത്സരത്തിൽ ഞാൻ 4 നാടകം പല തവണയായിട്ട് 4 വർഷമായിട്ട് കളിക്കും. 4-8 മണിക്കൂർ മാത്രമേ അവരെ ഞാൻ ജീവിതത്തിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചിട്ടുണ്ട് നാടകം കിട്ടും. ഈ കഴിഞ്ഞ NN പിള്ള സാറിൻ്റെ നാടക മത്സരത്തിൽ നല്ലരാഷ്ട്രീയ വിശേഷങ്ങളിലെ നാടകം നല്ല നാടകവും ഞാൻ നല്ല നടനുമായിട്ട് തിരഞ്ഞെടുക്കപ്പോൾ അത് മേടിക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ഭയങ്കര ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുക അവിടെ, പ്രമോദ് വെളിനാട് ഫാൻസ് അസോസിയേഷൻ എന്ന് പറയും. അപ്പോൾ അത് ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന നാടകരംഗത്തുള്ള സ്റ്റേറ്റ് അവാർഡിനെക്കാട്ടിലും അപ്പുറത്ത്. കാരണം എത്രയോ കിലോമീറ്റർ അടുത്ത്, ഈ കുട്ടനാട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അപ്പുറയാണ് പയ്യന്നൂർ. അവിടെ കുറേ ആളുകൾ എന്നെ സ്നേഹിക്കുകയും അവർക്ക് പ്രമോദ് എന്നോട് ഒരാൾ കെട്ടിപ്പിടിച്ചിട്ട് വന്ന്, സാറിന് അറിയാവുന്ന പോലെ ആ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ നിന്ന് കെട്ടിപ്പിടിച്ച് എന്നോട് ചോദിച്ചു, ഞാനൊരു 3 സെൻറ്റ് സ്ഥലം തരട്ടെ ഇവിടെ ഒന്ന് താമസിക്കുമെന്ന് ചോദിച്ചതിനോട്.
അതൊക്കെ ഒരു നടനെന്ന നിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അതുകൊണ്ട് നാടകം സിനിമയിൽ വലിയ നടനായി കഴിഞ്ഞ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ? അതൊക്കെ സ്വപ്നമല്ലേ സാർ, നടക്കുന്ന കേസ് ആകുന്നായിക്കോട്ടെ. ഇപ്പം എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്ത്, എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഇന്നലെ ഇറങ്ങിയ അല്ലെങ്കിൽ 3-ാം തീയതി ഇറങ്ങിയ ഈ ഭീമൻ്റെ വഴി എന്ന് പറഞ്ഞ 2 ഫ്ലെക്സ് 2 സ്ഥലത്ത്, അതിൽ അവർ പൈസ മുടക്കി. യോജി എന്ന് പറഞ്ഞ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, അവൻ ഞാൻ ഇന്നലെ സിനിമ ആണെങ്കിൽ വലിയൊരു ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുക. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളിലൊന്നായിരുന്നു. ആ കാഴ്ചകൾക്കും സന്തോഷങ്ങൾക്കും വിജയത്തിനും എല്ലാം നന്ദി സാറേ. വളരെ സന്തോഷം സാറേ. ഞാനെന്താ നന്ദി എന്ന് പറഞ്ഞ വാക്ക് പറയാൻ തീർന്നു സാറേ. അതുകൊണ്ട് സാറിനോട് നന്ദിയില്ല. സാറ് എൻ്റെ കാണപ്പെട്ട ദൈവങ്ങളിലാണ്. എൻ്റെ കാണപ്പെട്ട ഗുരുനാഥൻ അഭയൻ കലവൂര, ഫ്രാൻസിസ് മാവിലിക്ക, അവർ രണ്ടുപേരുമാണ് ഞാൻ എന്തെങ്കിലും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന തലത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തുവാ സാറിന് മുഖത്ത് നോക്കി, അല്ലെങ്കിൽ നമ്മൾ ഭയമില്ലാതെ സംസാരിക്കാൻ, സാറിന് പേടിയില്ലെന്നുള്ള അർത്ഥമല്ല, അതിന് ഒരാളോട് സംസാരിക്കാനുള്ള തലത്തിലേക്ക് എത്തിച്ചത് അവരാ. അപ്പം ഇനിയും സാറിൻ്റെ കയ്യിലേക്കാണ് നമ്മുടെ ഭാവി. ഓക്കെ സാർ. കേട്ടല്ലോ പ്രമോദ് വെളിനാടിൻ്റെ വാക്കുകൾ. സിനിമയുടെ വെള്ളി വെളിച്ചത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അഹങ്കാരത്തിൻ്റെ സ്ഫുരണങ്ങൾ സ്വന്തം ജീവിതത്തിൽ കാട്ടുന്നവരാണ് പലപ്പോഴും നടന്മാർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ. എന്നാൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്, അങ്ങനെ ഒരാളായിരിക്കില്ല പ്രമോദ് വെളിനാട്. പ്രമോദ് നടനകലയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലെത്തട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.